ഹലോ, നമ്മുടെ ഗീവ് അവേയുടെ വിന്നറാണിത്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിന് പേര് നിർദ്ദേശിച്ച് സമ്മാനം അടിച്ചത് ഈ മോൾക്കാണ്. ഈ മോളുടെ പേര് അൽമിത്ര എന്നാണ്. നമ്മൾ സമ്മാനമായിട്ട് പറഞ്ഞിരുന്നത് 2000 രൂപയുടെ ഒരു ഫേഷ്യലാണ്. അല്ലെങ്കിൽ നമ്മൾ അതിന് തുല്യമായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ പറയുന്ന വർക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മോൾക്ക് ഫേഷ്യൽ വേണ്ട, ഫ്രണ്ടിലെ മുടി മാത്രം ഒന്ന് സ്മൂത്തും ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലെ മുടി സ്മൂത്തും ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അൻമീസ് വേൾഡ് എന്നുള്ളതായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ പേര്. പക്ഷേ അൻമീസ് വേൾഡ് എന്നുള്ള പേരിൽ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ പേര് മാറ്റാൻ തീരുമാനിച്ചത്. അങ്ങനെ നമ്മൾ പുതിയ പേര് ചാനലിനിട്ടു. ബ്യൂട്ടി ആൻഡ് ലൈഫ് ബൈ അനു എന്നുള്ളതാണ് പുതിയ പേര്. പക്ഷേ ഇപ്പോഴും അൻമീസ് വേൾഡ് എന്നുള്ള പേര് അതിൽ നിന്ന് മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ലെന്നുള്ളത് വേറൊരു സത്യമാണ്. അതെന്താണ് കാര്യം എന്ന് മനസ്സിലാകുന്നില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റുന്നത് എങ്ങനെയെന്ന് അറിയാവുന്ന രീതിയിലെല്ലാം ചെയ്ത് നോക്കി. പക്ഷേ ഈ പേര് മാത്രം മാറുന്നില്ല. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ പേര് കാണിക്കുന്നത് ബ്യൂട്ടി ആൻഡ് ലൈഫ് ബൈ അനു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ചാനലെടുത്ത് നോക്കിയാൽ അൽമീസ് വേൾഡ് എന്നുള്ളതാണ് അതിനകത്ത് പേരായിട്ട് കിടക്കുന്നത്. നമ്മൾ ഗൂഗിളിലൊക്കെ മാറ്റി എല്ലായിടത്തും പോയി പേര് മാറ്റി എല്ലായിടത്തും ബ്യൂട്ടി ആൻഡ് ലൈഫ് ബൈ അനു എന്നുള്ളത് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ നമ്മുടെ പേര് അൻമീസ് വേൾഡ് എന്നും പറഞ്ഞാണ് കിടക്കുന്നത്. നമുക്കിതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ലല്ലോ. അപ്പം അറിയുന്നവരോടൊക്കെ ചോദിച്ചിട്ട് അവർക്കും ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. അപ്പം ആർക്കെങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇതൊരു പ്രയോജനകരമാകുമല്ലോ. ഈ മോളുടെ മുടി നല്ല കേളി ഹെയറാണ്. അപ്പോൾ കേളി ഹെയർ ആയതുകൊണ്ട് ഇത് ചീവി ഒതുക്കാനൊക്കെ പാടാണ്. മാത്രമല്ല പെട്ടെന്ന് ചെട പിടിച്ച് കയറുകയും ചെയ്യും. എവിടെയെങ്കിലും അഴിച്ചിട്ട് പോയാൽ യാത്ര ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് അത് നന്നായിട്ട് ചെട കെട്ടി കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് മോള് സ്മൂത്തൻ ചെയ്യാൻ തീരുമാനിച്ചത്. നമ്മൾ സ്മൂത്തൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ധാരാളം ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. നമ്മൾ ആദ്യം ഇട്ട ക്രീമിൻ്റെ വാഷിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുടി ഉണക്കിയെടുത്തിട്ട് നമുക്ക് അയൺ ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ അടുത്ത ക്രീം അപ്ലൈ ചെയ്യുന്നത്.
അങ്ങനെ നമ്മുടെ അയണിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത ക്രീം അപ്ലൈ ചെയ്യുകയാണ്. ഈ ക്രീമും കൂടെ വാഷ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആകും. അങ്ങനെ നമ്മുടെ പ്രോസസ്സൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഈ മോളുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.